പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂൺ മാസം 26 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. അനർത്ഥങ്ങളിൽ നിന്നൊക്കെയും വിടുവിച്ചു, രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചു. നമ്മുടെ സകല ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപ കഴിഞ്ഞ പകൽക്കാലം ഉണ്ടായിരുന്നു. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ സൂക്ഷിച്ച കർത്താവിന് സ്തോത്രമപ്പാ സ്തോത്രമപ്പാ സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രമപ്പാ സ്തോത്രമപ്പാ സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകുന്നു. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഈ പ്രഭാതം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. 116 സങ്കീർത്തനം 7 വാക്യം പറയും, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. എന്തോ ഉപകാരം? കർത്താവ് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ കർത്താവിന് എന്തു പകരം കൊടുക്കും? കർത്താവിന് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുക. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് പകരം കൊടുക്കുവാൻ ഒന്നുമില്ല. സ്തോത്രം പറയുക, ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറയുക. കർത്താവ് ചെയ്ത നന്മകൾക്കായിട്ട് സ്തോത്രം പറയുക. ഓരോ ദിവസവും നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുക. അത്ഭുതകരമായി നടത്തുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുക. അല്പസമയം കൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്ന കുടുംബജീവിതത്തിനായിട്ട് സ്തോത്രം. അങ്ങ് ദാനമായി തന്ന ജീവിത പങ്കാളിക്കായിട്ട് സ്തോത്രം. അങ്ങ് തന്ന മാതാപിതാക്കൾക്കായിട്ട് സ്തോത്രം. അങ്ങ് ദാനമായി തന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. അങ്ങ് തന്ന സിബ്ലിങ്സിനായിട്ട് സ്തോത്രം. അങ്ങ് തന്ന എല്ലാ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനായിട്ടും സ്തോത്രം. അങ്ങ് തന്ന നല്ല സുഹൃത്തുക്കൾക്കായിട്ട് സ്തോത്രം. അങ്ങ് തന്ന നല്ല ജോലിക്കായിട്ട് സ്തോത്രം. അങ്ങ് തന്ന നല്ല ആരോഗ്യത്തിനായിട്ട് സ്തോത്രം. എല്ലാ ദാനങ്ങൾക്കും ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ കൃപയില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയും. എല്ലാ ദാനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് നന്ദി പറയുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, മെനഞ്ചൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർ, ആമേൻ ആമേൻ ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവേ, ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇഷ്യൂസും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ ആമേൻ. ഓപ്പറേഷൻ വോണ്ടുകൾ ഹീലാകാതെ ബുദ്ധിമുട്ടുന്നവർ, ആമേൻ, ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ ഓപ്പറേഷൻ വൂണ്ടുകൾ ഇപ്പോൾ തന്നെ ഹീലാകട്ടെ. അത്ഭുതകരമായ സൗഖ്യം നടക്കട്ടെ. കർത്താവിൻ്റെ മഹിമ തൻ്റെ കുഞ്ഞുങ്ങളിലൂടെ വെളിപ്പെടുവാൻ ഇടവരട്ടെ. എല്ലാ തരത്തിലുള്ള അൾസേഴ്സും, വായ്ക്കകത്തും വയറിനകത്തും ഒക്കെയുള്ള എല്ലാ തരത്തിലുള്ള അൾസറുകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി രോഗികളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ജോലി സ്ഥലത്ത് ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ, ജോബ് സെക്യൂരിറ്റി ഉണ്ടാകട്ടെ. കർത്താവെ, എല്ലാ അനിശ്ചിതത്വങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ബിസിനസ് ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു. അവർക്ക് ബിസിനസ്സിൽ ദൈവിക അഭിവൃദ്ധി യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവ്, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരുടെ പഠിത്തത്തെ അനുഗ്രഹിക്കണം. ഉന്നത വിജയം നേടുവാൻ കർത്താവ് അവർക്ക് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. മാനിക്കുന്ന ദൈവത്തിന് സ്തോത്രം, ഉയർത്തുന്ന ദൈവത്തിന് സ്തോത്രം, അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവിന് സ്തോത്രം ചെയ്തു. കർത്താവ്, ഇന്ന് മിഡിൽ ഈസ്റ്റ് നടക്കുന്ന സഭായോഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ സഭായോഗങ്ങൾ വലിയ മഹത്വം വെളിപ്പെടുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടണം, അത്ഭുതം ചെയ്യണം. കർത്താവെ, ഇന്നത്തെ നമ്മുടെ സഭായോഗത്തെയും അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. അസാധാരണമായി തീരട്ടെ, ദൈവിക മഹത്വം വെളിപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞ് കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. 133 സങ്കീർത്തനം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ ഉള്ളിൽ പറയുന്നത് യൂണിറ്റിയെക്കുറിച്ച്.
നമുക്ക് നല്ലൊരു ബോധ്യമുണ്ടാകണം. ഐക്യത എന്ന് പറയുന്നത് ഒരു ദൈവിക അനുഗ്രഹമാണ്. എവിടെ ഐക്യതയുണ്ടോ അവിടെ ദൈവിക അനുഗ്രഹമുണ്ട്, അവിടെ ദൈവിക സമൃദ്ധിയുണ്ട്, അവിടെ ദൈവിക ശക്തിയുണ്ട്, അവിടെ നിങ്ങൾ ജയാളികളായിത്തീരും. എവിടെ ഐക്യത നഷ്ടപ്പെടുന്നു അവിടെ തകർച്ചകൾ ആരംഭിക്കുവാൻ തുടങ്ങും. 133 സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു ആരോഹണ ഗീതമാണ്. ദാവീദ് പറയാം, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ വീണ്ടും ഓർപ്പിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഐക്യതയുണ്ടാകണം, നിങ്ങളുടെ സഭയിൽ നിങ്ങൾക്ക് ഐക്യതയുണ്ടാകണം, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് ഐക്യതയുണ്ടാകണം. ഐക്യതയുള്ളിടത്തെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യും? പിശാചിൻ്റെ അല്ലെങ്കിൽ എനിമിയുടെ പണ്ട് തൊട്ടേയുള്ള പദ്ധതിയാണ് ഐക്യതയെ തകർത്ത് കളയുക. കാരണം ഒരുവനെ തകർക്കാൻ ഏറ്റവും എളുപ്പം അവൻ്റെ ലൈഫിൽ ഐക്യത. ഒരു സഭയെ തകർക്കുവാൻ, ഒരു കുടുംബത്തെ തകർക്കുവാൻ, ഒരു സ്ഥാപനത്തെ തകർക്കുവാനൊക്കെ പിശാച് ട്രൈ ചെയ്യുന്ന ഏറ്റവും കുതന്ത്രമെന്ന് പറയുന്നത് അവിടുത്തെ ഐക്യത നഷ്ടപ്പെടുക്കുക. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ ഐക്യതയ്ക്ക് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം. ബ്രദർ ഐക്യതയ്ക്ക് വേണ്ടി നിൽക്കണം. സിസ്റ്റർ ഐക്യതയ്ക്ക് വേണ്ടി നിൽക്കണം. കുടുംബത്തിനകത്ത് ഐക്യത കൊണ്ടുവരാൻ നിൽക്കണം. ജോലിസ്ഥലത്ത് ഐക്യത കൊണ്ടുവരാൻ നിൽക്കണം. ദേശത്ത് ഐക്യത കൊണ്ടുവരാൻ നിൽക്കണം. പിശാച് പലരെയും പല രീതിയിൽ എഴുന്നേൽപ്പിക്കുമ്പോൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ വരുമ്പോൾ അത് പറഞ്ഞു തീർക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ ഐക്യത ഉണ്ടാക്കാൻ ശ്രമിക്കണം. നിങ്ങൾ ഐക്യത ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ആരുടെ മക്കളാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങൾ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പിശാചിനാണ് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പിശാചിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഭിന്നത, അങ്ങോട്ടും ഇങ്ങോട്ടും കുറവും കുറ്റവും പറഞ്ഞ് പരസ്പരം അടുപ്പിക്കുന്ന പരിപാടി, പരസ്പരം കുറ്റവും കുറവും പറഞ്ഞിട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി അവർക്കും ഇവർക്കും തമ്മിൽ എതിർപ്പുകളും ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പിശാചിൻ്റെ പദ്ധതിയാണ്. നമ്മൾ അങ്ങനെ ആകരുത്. നമ്മൾ എന്ത് കൊണ്ടിരുന്നവരായിരിക്കണം? ഐക്യത കൊണ്ടിരുന്നവരായിരിക്കണം. കരമുയർത്തി പറ, ഐക്യത കൊണ്ടിരണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കുക. നമ്മൾ ആരായിരിക്കണം? ഐക്യത കൊണ്ടിരുന്നവരായിരിക്കണം. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ മുൻകൈ എടുക്കണം. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഐക്യത ഉണ്ടാകും. നിങ്ങൾ സഹോദരങ്ങളുടെ ഇടയിൽ ഐക്യത ഉണ്ടാക്കുന്ന വ്യക്തിയായിരിക്കണം. നിങ്ങൾ എവിടെയാണോ അവിടെ സഭയ്ക്കകത്ത് ഒരാൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയ കാര്യം പറയുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്. സഭയിൽ നിങ്ങൾ ഐക്യത കൊണ്ട് അപ്പോൾ നിങ്ങളെ ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കും. കാരണം കർത്താവിൻ്റെ മനസ്സാണ് ഐക്യത, പിശാചിൻ്റെ മനസ്സാണ് ഭിന്നത. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ മനസ്സനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മൾ കാരണം ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളാരും കാരണം ഒരിക്കലും എങ്ങും ഒരു ഭിന്നത ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എന്തുണ്ടാക്കുന്നവരായിരിക്കണം? ഐക്യത ഉണ്ടാക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് ഐക്യത ഉള്ളിടത്ത് എന്തുകൊണ്ട് തിരുവഴുത്ത് പിന്നെയും പറയുക, അത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അവിടെയാണല്ലോ എന്തുണ്ടാകുന്നത്? യഹോവയുടെ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെ ഐക്യതയുണ്ടോ അവിടെ കർത്താവിൻ്റെ അനുഗ്രഹമുണ്ട്, ശാശ്വതമായ ജീവനുണ്ട്. സോ നമ്മൾ എന്തുണ്ടാക്കുന്നവരായിരിക്കണം? ഐക്യത ഉണ്ടാക്കുന്നവരായിരിക്കണം. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനത്താൽ നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഐക്യത തകർക്കുന്നവരാകരുത്. നിങ്ങൾ സാക്രിഫൈസ് ചെയ്ത് വില കൊടുത്താണെങ്കിലും ഐക്യതയ്ക്ക് വേണ്ടി നിൽക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ ഉയർത്തി പറ, കർത്താവിൻ്റെ തലയെ എണ്ണ അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കണ്ണൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.